വെൽക്കം ഓൾ. നമ്മുടെ ഐപ്ലസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടേണൽ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഓക്കെ, നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ എലിമെന്റ് ഓഫ് ടേപ്പർ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ബൈ നമ്പർ ഇൻ മെട്രിക് ടേപ്പർ ഈസ്. അതായത് മെട്രിക് ടേപ്പറിൽ നമ്പർ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഈ താഴെ പറയുന്നത് ഏത് കാര്യങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ എ ലെങ്ത്, ഓപ്ഷൻ ബി ആംഗിൾ ഓഫ് ടേപ്പർ, ഓപ്ഷൻ സി സ്മാൾ ടേപ്പർ, ഓപ്ഷൻ ഡി ബിഗ് ടേപ്പർ. ഓക്കെ, അതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബിഗ് ടേപ്പർ ആണ്. നമ്മൾ ഈ പറയുന്ന നമ്പർ കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. മെട്രിക് ടേപ്പറിൻ്റെ അകത്ത് നമ്പർ കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ബിഗ് ടേപ്പർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ബിഗ് ടേപ്പർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോവാം. വാട്ട് ഈസ് ദ ടേപ്പർ റേഷ്യോ ഓഫ് എ ടേപ്പർ ലെങ്ത് ഓഫ് 18 യൂണിറ്റ്സ് ആൻഡ് ദ ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ഈസ് 1 യൂണിറ്റ്. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേപ്പർ ലെങ്ത് 18 യൂണിറ്റും അതിൻ്റെ ഡിഫറൻസ് ഇൻ ഡയമീറ്റർ 1 യൂണിറ്റുമാണ്. അതായത് 18 നീളം 18 വരുമ്പോഴത്തേക്ക് ഡയമീറ്റർ 1 യൂണിറ്റ് ആയിട്ട് ചേഞ്ച് ആവണം. അങ്ങനെയാണെങ്കിൽ ആ ടേപ്പർ റേഷ്യോ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്ന് ചോദിക്കും. ഓക്കെ, ഓപ്ഷൻ എ 2:18 ആണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ ബി 1:18, ഓപ്ഷൻ സി 1:20, ഓപ്ഷൻ ഡി 3:9. അപ്പം നമുക്കറിയാം ഓപ്ഷൻ ബി ആയ 1:18 ആണ് ആൻസർ. 18 യൂണിറ്റ് നീളം മുന്നോട്ട് പോകുമ്പോൾ ഒരു 1 യൂണിറ്റ് ഡയമീറ്ററിന് ചേഞ്ച് വരുന്ന ടേപ്പറിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1:18 എന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30ലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടേപ്പർ ടേണിംഗ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കട്ടിംഗ് ഇന്റേണൽ ടേപ്പർ വിത്തൗട്ട് പവർ ഫീഡ്? അതായത് താഴെ പറയുന്ന ഏത് ടേപ്പർ ടേണിംഗ് മെത്തേഡിലാണ് നമുക്ക് ഇന്റേണൽ ടേപ്പർ കട്ട് ചെയ്യാൻ പറ്റുന്നത് വിത്തൗട്ട് പവർ ഫീഡ്? പവർ ഫീഡ് ഇല്ലാതെ നമുക്ക് ഇന്റേണൽ ടേപ്പർ ടേണിംഗ് കട്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ളതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോമ്പിനേഷൻ ഓഫ് ഫീഡ്, അതായത് നമ്മുടെ ക്രോസ് ഫീഡും ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡിൻ്റെയും കോമ്പിനേഷൻ വെച്ചാണെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ടെയിൽ സോക്ക് സെറ്റ് ഓവർ മെത്തേഡ്. നമുക്കറിയാം ടെയിൽ സോക്ക് സെറ്റ് ഓവർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടെയിൽ സോക്കിന് നമ്മൾ ഒരു ഓഫ്സെറ്റ് ചെയ്ത് കുറച്ച് മാറ്റി വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ടെയിൽ സോക്ക് സെറ്റ് ഓവർ മെത്തേഡ്. ഓപ്ഷൻ സി ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്, അതായത് പെർട്ടിക്കുലർ അറ്റാച്ച്മെന്റ് ഫോർ ടേപ്പർ ടേണിംഗ് യൂസ് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി കോമ്പൗണ്ട് റെസ്റ്റ് സ്റ്റിവലിംഗ് മെത്തേഡ്. നമുക്കറിയാം കോമ്പൗണ്ട് റെസ്റ്റ് സ്റ്റിവലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പൗണ്ട് റെസ്റ്റിനെ നമ്മൾ രണ്ട് നെട്ടും പ്രോപ്പറും 2 നെട്ട് കാണും. അതിനെ നെറ്റിനെ ലൂസ് ചെയ്തിട്ട് കോമ്പൗണ്ട് റെസ്റ്റിനെ അറ്റ് ആൻ ആംഗിളിൽ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സിവൽ ചെയ്യാൻ പറ്റും. ഈ സിവൽ ചെയ്ത ഒരു ആംഗിളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് കോമ്പൗണ്ട് റെസ്റ്റ് സിവലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, കോമ്പൗണ്ട് റെസ്റ്റ് സിവലിംഗ് മെത്തേഡ്. അപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റ് സിവലിംഗ് മെത്തേഡിലാണ് നമുക്ക് ഈ ഇന്റേണൽ ടേപ്പറിനെ കട്ട് ചെയ്യാൻ പവർ ഫീഡ് കൊടുക്കാതെ തന്നെ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് ടേപ്പേഴ്സ് യൂസ്ഡ് ഇൻ ടേപ്പർ പിൻസ്? അപ്പോൾ ടേപ്പർ പിൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ടേപ്പർ ഈ താഴെ പറയുന്ന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1:30, ഓപ്ഷൻ ബി 1:40, ഓപ്ഷൻ സി 1:50, ഓപ്ഷൻ ഡി 1:60. അപ്പം നമുക്കറിയാം സ്റ്റാൻഡേർഡ് ടേപ്പർ പിന്നിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ടേപ്പർ എന്ന് പറഞ്ഞാൽ 1:50 ആണ്. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15ലേക്ക് പോവാം. വാട്ട് ആർ ദ റേഞ്ച് ഓഫ് മോസ്റ്റ് ടേപ്പേഴ്സ് യൂസ്ഡ് ഓൺ ടേപ്പർ ഷാങ്ക് ഡിസ്റ്റിൽസ്, ലേറ്റ് സെൻറ്റേഴ്സ് ആൻഡ് റീമേഴ്സ്? അപ്പോൾ നമ്മൾ ഈ പറയുന്ന താഴെ പറയുന്ന ഏത് റേഞ്ച് ഓഫ് മോസ്റ്റ് ടേപ്പേഴ്സ് ആണ് നമ്മൾ ഷാങ്ക് ഡിസ്റ്റിലും ലേത്ത് സെൻറ്റേഴ്സിലും റീമേഴ്സിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ MT0 to MT4 ആണോ? ഓപ്ഷൻ ബി MT2 to MT7 ആണോ? ഓപ്ഷൻ സി MT3 to MT7 ആണോ? ഓപ്ഷൻ ഡി MT5 to MT8 ആണോ എന്നുള്ളത്. അതിൽ നമ്മൾ സാധാരണ നമ്മൾ മോസ്റ്റ് ടേപ്പേഴ്സ് നമ്മുടെ ടേപ്പർ ഷാങ്ക് ക്രിസ്റ്റലിലും ലേത്ത് സെൻറ്റേഴ്സിലും റീമേഴ്സിലും യൂസ് ചെയ്യുന്നത് നമ്മുടെ MT0 to MT4 ആണ്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. MT0 to MT4 ആണ് ആൻസർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് ടേപ്പർ ഫോർ എ ലെങ്ത് ഓഫ് 100 mm ഇഫ് ദ ബിഗ് ഡയമീറ്റർ ഈസ് 75 mm ആൻഡ് സ്മാൾ ഡയമീറ്റർ ഈസ് 65 mm. അതായത് ഇത് ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് ഓഫ് ടേപ്പർ ആണ്. നിങ്ങൾ പലരും അത് തെറ്റിദ്ധരിച്ച് എമൗണ്ട് ഓഫ് ടേപ്പറിന് പകരം നിങ്ങൾ ചിന്തിക്കുന്നത്
ടേപ്പർ ആംഗിൾ എന്നായിരിക്കും. പക്ഷെ ഇത് ടേപ്പറിന്റെ എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന ടേപ്പർ എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ടേപ്പർ എന്നാണ്. ഒരിക്കലും ഇത് ആംഗിൾ അല്ല ചോദിച്ചിരിക്കുന്നത്, എമൗണ്ട് ഓഫ് ടേപ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റേ ടാൻ 2 ആൽഫ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി മൈനസ് സ്മാൾ ഡി ഡിവൈഡ് ബൈ 2 ഇട്ട് ചെയ്താൽ മതി. ഇത് അതല്ല ചോദിച്ചിരിക്കുന്നത്, ആംഗിൾ അല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ് എമൗണ്ട് ഓഫ് ടേപ്പർ ആണ്, എമൗണ്ട് ഓഫ് ടേപ്പർ. അപ്പോൾ എമൗണ്ട് ഓഫ് ടേപ്പറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി മൈനസ് സ്മാൾ ഡി ഡിവൈഡ് ബൈ എൽ. എമൗണ്ട് ഓഫ് ടേപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ ആണ്. കെ എന്ന് പറഞ്ഞാൽ മേജർ ഡയമീറ്റർ അല്ലെങ്കിൽ ബിഗ് ഡയമീറ്റർ മൈനസ് സ്മാളർ ഡയമീറ്റർ ഡിവൈഡ് ബൈ ലെങ്ത് ആണ് എമൗണ്ട് ഓഫ് ടേപ്പർ. അപ്പൊ ബിഗ് ഡയമീറ്റർ എത്രയാണ്? 75 mm ആണ് ബിഗ് ഡയമീറ്റർ, മൈനസ് 65 mm ആണ് സ്മാൾ ഡയമീറ്റർ. അപ്പം 10 mm കിട്ടും ഡിനോമിനേറ്ററിൽ 100 mm കിട്ടും. അപ്പൊ നമുക്ക് എത്ര വരും? ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? അതായത് ഓപ്ഷൻ എ 2:20 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി 1:0.1 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി 1:4 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി 10:1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കുക, നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റൽ കെ കണ്ടുപിടിക്കുക. കെ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ടേപ്പർ, കെയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി മൈനസ് സ്മാൾ ഡി ഡിവൈഡ് ബൈ എൽ ആണ്. ക്യാപിറ്റൽ ഡി 75 ആണ്, 75 മൈനസ് 65 ബൈ എൽ എത്രയാണ്? 100 ആണ്. അപ്പൊ 75 മൈനസ് 65 നിങ്ങൾക്ക് ന്യൂമറേറ്ററിൽ 10 കിട്ടും, താഴെ 100 കിട്ടും. അതായത് 10 ഡിവൈഡഡ് ബൈ 100. 10 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 2/20 എന്ന് എഴുതാമല്ലോ. 10 ഡിവൈഡഡ് ബൈ 100, 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മേലെ 2ഉം താഴെ 20യും കിട്ടും. അപ്പോൾ 2/20, അതായത് 2:20. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. എമൗണ്ട് ഓഫ് ടേപ്പർ എന്ന് പറഞ്ഞാൽ ആംഗിൾ അല്ല ചോദിച്ചിരിക്കുന്നത്, ടേപ്പറിന്റെ എമൗണ്ട്, അതൊരു കെ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓർത്ത് വയ്ക്കണം, മറന്നു പോകരുത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17. Determine the amount of tail sock set over are required to turn a taper through 40 mm length from a rod of diameter 30 mm and 80 mm length, keeping big diameter 25 mm and smaller diameter 20 mm. ഇതിൽ ചോദിച്ചിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഒരു ടേപ്പർ എന്താണ് ടെയിൽ സോക്ക് സെറ്റ് ഓവർ എത്ര വേണം ടു ടേൺ എ ടേപ്പർ ത്രൂ 40 mm ലെങ്ത്. അതായത് നമുക്ക് വേണ്ടുന്ന ടേപ്പറിന്റെ നീളം 40 mm ആണ്. അതായത് 40 mm എന്ന് പറഞ്ഞാൽ ടേപ്പറിന്റെ നീളമാണ്. ഫ്രം എ റോഡ് ഓഫ് ഡയമീറ്റർ 30 mm. അതായത് റോഡിന്റെ ഡയമീറ്റർ 30 mm ആൻഡ് 80 mm ലെങ്ത്. റോഡിന്റെ മൊത്തം ലെങ്ത് 80 mm ആണ്. റോഡിന്റെ മൊത്തം ലെങ്ത് 80 mm ആണ്. നമ്മുടെ ടേപ്പറിന്റെ ലെങ്ത് 40 mm ആണ്. ഓർക്കുക, റോഡിന്റെ മൊത്തം ലെങ്ത് 80 mm ആണ്. ടേപ്പർ വേണമെന്ന ലെങ്ത് ആ 80 mm നീളത്തിനും വേണ്ട, ഈ 40 mm നീളത്തിന് മതി ടേപ്പർ. ഇനി ബിഗ് ഡയമീറ്റർ 25 mm, സ്മാൾ ഡയമീറ്റർ 20 mm ആണ്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെയിൽ സോക്ക് സെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൽ ഇൻറ്റു ഡി മൈനസ് ഡി ബൈ 2L. ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ റോഡാണ് ക്യാപിറ്റൽ എൽ. ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ റോഡാണ്. ഡി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 25 mm, അതായത് ബിഗ് ഡയമീറ്റർ ആണ്. സ്മാൾ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ 20 mm ആണ്, അതായത് സ്മാളർ ഡയമീറ്റർ ഓഫ് ദ ടേപ്പർ ആണ്. ഇനി സ്മാൾ എൽ എന്ന് പറഞ്ഞാൽ ടേപ്പർ ലെങ്ത് ആണ്. ടേപ്പർ ലെങ്ത് ആണ് സ്മാൾ എൽ. ഓക്കെ ആണ്. ഒന്നും കൂടെ ഞാൻ പറയാം. നമുക്ക് 4 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ലെങ്ത് ഓഫ് ദ ടേപ്പർ, ടേപ്പറിന്റെ നീളം എത്ര, അതാണ് സ്മാൾ എൽ. അതായത് ഇവിടെ 40 mm ആണ് സ്മാൾ എൽ. ഇനി ഈ റോഡിന്റെ ഡയമീറ്റർ നിങ്ങൾ മെയിൻ ഡയമീറ്റർ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ഇതിനകത്ത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൽ, അതായത് ഈ റോഡിന്റെ മൊത്തത്തിലുള്ള നീളം ക്യാപിറ്റൽ എൽ, അത് ഇവിടെ നിങ്ങൾ എടുക്കണം. പിന്നെ ബിഗ്ഗർ ഡയമീറ്റർ ഡി, ക്യാപിറ്റൽ ഡി 25 mm ആണ്, സ്മാളർ ഡയമീറ്റർ 20 mm ആണ്. അപ്പം നമ്മൾ നമ്മുടെ ഇക്വേഷൻ ടെയിൽ സോക്ക് സെറ്റ് ഓവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൽ ഇൻറ്റു ക്യാപിറ്റൽ ഡി മൈനസ് സ്മാൾ ഡി ഡിവൈഡ് ബൈ 2L ആണ്. ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ റോഡ്. ഓക്കെ, റോഡിന്റെ മൊത്തത്തിലുള്ള നീളം. ഇൻറ്റു ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ, ബിഗ് ഡയമീറ്റർ ഓഫ് ദ റോഡ്, ഇവിടെ 25 mm ആണ്. സ്മാൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സ്മാൾ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാളർ ഡയമീറ്റർ ഓഫ് ദ റോഡ്, അത് ഇവിടെ 20 mm ആണ്. ഇനി സ്മാൾ എൽ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതാണ് 40 mm എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ടേപ്പർ ആണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ ടെയിൽ സോക്ക് സെറ്റ് ഓവറിന്റെ ഇക്വേഷൻ അനുസരിച്ച് ക്യാപിറ്റൽ എൽ ഇൻറ്റു ഡി മൈനസ് ഡി ബൈ 2L എന്ന് പറയുന്നത്, അതായത് 80 ആണ് ക്യാപിറ്റൽ ലെങ്ത് ഓഫ് ദ റോഡ്. 80 ഇൻറ്റു ക്യാപിറ്റൽ ഡി മൈനസ് സ്മാൾ ഡിക്ക് നിങ്ങൾക്ക് എത്ര കിട്ടും? 25 മൈനസ് 20. അപ്പോൾ 80 ഇൻറ്റു 25 മൈനസ് 20 വരും ന്യൂമറേറ്ററിൽ. ഡിവൈഡ് ബൈ 2 ഇൻറ്റു സ്മാൾ എൽ ആണ് ഡിനോമിനേറ്റർ വരും. 2 ഇൻറ്റു സ്മാൾ എൽ എത്ര വരും? 40 വരും. അപ്പം മേലിൽ നിങ്ങൾ 80 ഇൻറ്റു 25 20 കുറച്ച് എത്ര വരും? 80 ഇൻറ്റു 5 മേലിൽ വരും, താഴെ
നിങ്ങൾക്ക് 2 ഇൻറ്റു 80, 2 ഇൻറ്റു സ്മോൾ എൽ എന്ന് പറഞ്ഞാൽ 40 അല്ലേ, അപ്പോൾ 2 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ ഇവിടെ 80 എന്ന് വരും. അപ്പം 80 ഇൻറ്റു 5/80 എന്ന് പറഞ്ഞാൽ 5 mm കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോവാം. ഇഫ് ദ ഡയമീറ്റർ ഓഫ് എ വർക്ക് പീസ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് യൂണിഫോംലി. ഇപ്പോൾ ഒരു വർക്ക് പീസിന്റെ ഡയമീറ്റർ ഒന്നുകിൽ യൂണിഫോം ആയിട്ട് ഇൻക്രീസ് ആവുന്നു അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് ഡിക്രീസ് ആവുന്നെങ്കിൽ then the ratio of difference in diameter to its length is termed as. അതായത് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ ഡിഫറൻസിന്റെയും ലെങ്തിന്റെയും റേഷ്യോയ്ക്ക് എന്ത് പറയുന്നതാണ് ചോദ്യം. അതായത് if the diameter of a workpiece is increasing or decreasing uniformly. ഇപ്പം ഒരു വർക്ക് പീസിന്റെ ഡയമീറ്റർ ഒന്നുകിൽ യൂണിഫോം ആയിട്ട് ഇൻക്രീസ് ആവുന്നു അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് ഡിക്രീസ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ then the ratio of the difference in diameter to its length is termed as. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയമീറ്ററിന്റെ ഡിഫറൻസിന്റെ ഡിവൈഡഡ് ബൈ ലെങ്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടേപ്പർ എന്നാണോ, ഓപ്ഷൻ ബി ഓഫ്സെറ്റ് ആണോ, ഓപ്ഷൻ സി എക്സെൻട്രിസിറ്റി ആണോ, ഓപ്ഷൻ ഡി കോണിസിറ്റി ആണോ? നമ്മൾ ഈ പറയുന്ന ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ലെങ്തിന് പറയുന്ന പേര് കോണിസിറ്റി എന്നാണ്. അത് ഓർത്ത് വയ്ക്കുക. റേഷ്യോ ഓഫ് ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ടു ഇറ്റ്സ് ലെങ്ത് ഈസ് ടേംഡ് ആസ് കോണിസിറ്റി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, കോണിസിറ്റി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കാം. Which one of the following statements should be kept in mind while siveling the compound dress for taper turning? നമ്മൾ ടേപ്പർ ടേണിംഗ് സമയത്ത് നമ്മുടെ കോമ്പൗണ്ട് ഡ്രസ്സിനെ സിവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ മനസ്സിൽ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സെറ്റ് ദ കോമ്പൗണ്ട് ഡ്രസ് സെറ്റ് ഫുൾ ടേപ്പർ ലെങ്ത്. നമ്മൾ ഫുൾ ടേപ്പർ ലെങ്തിലാണോ ഈ കോമ്പൗണ്ട് ഡ്രസ്സിനെ സെറ്റ് ചെയ്യേണ്ടത്? അല്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് ദ കോമ്പൗണ്ട് ഡ്രസ് സെറ്റ് ഫുൾ ടേപ്പർ ആംഗിളാണോ സെറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യം ഫുൾ ടേപ്പർ ലെങ്തിലാണെന്ന് പറഞ്ഞു, അതാണ് അല്ല നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ദ കോമ്പൗണ്ട് ഡ്രസ് സെറ്റ് ഫുൾ ടേപ്പർ ലെങ്ത് ടേപ്പർ ആംഗിൾ ആണോ? അതിലും അല്ല നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് സെറ്റ് ദ കോമ്പൗണ്ട് ഡ്രസ് സെറ്റ് ഹാഫ് ദ ടേപ്പർ ലെങ്ത്. ടേപ്പർ ലെങ്തിന്റെ പകുതിയിലാണോ നമ്മൾ കോമ്പൗണ്ട് ഡ്രസ്സിനെ സെറ്റ് ചെയ്യുന്നത്? അതുമല്ല നമുക്കറിയാം. ഓപ്ഷൻ ഡി എന്താണ്? സെറ്റ് ദ കോമ്പൗണ്ട് ഡ്രസ് സെറ്റ് ഹാഫ് ടേപ്പർ ലെങ്ത്. നമ്മൾ ആ കോമ്പൗണ്ട് ഡ്രസ്സിന് ഹാഫ് ടേപ്പർ ലെങ്തിലാണോ സെറ്റ് ചെയ്യുന്നത്? യെസ്, അതാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നമ്മൾ കോമ്പൗണ്ട് ഡ്രസ്സിന് ഹാഫ് ടേപ്പർ ലെങ്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. നമുക്കൊരു അതിന്റെ ടേപ്പർ ആംഗിൾ കണ്ടുപിടിക്കാൻ tan 2α ഈസ് ഈക്വൽ ടു d - t/2l എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഹാഫ് അതിനകത്ത് ആൽഫ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആൽഫയിലാണ് നമ്മൾ ഈ പറയുന്ന കോമ്പൗണ്ട് ഡ്രസ്സിനെ സിവൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ സെറ്റ് ദ കോമ്പൗണ്ട് ഡ്രസ് സെറ്റ് ഹാഫ് ടേപ്പർ ആംഗിൾ, അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സെറ്റ് ദ കോമ്പൗണ്ട് ഡ്രസ് സെറ്റ് ഹാഫ് ടേപ്പർ ആംഗിൾ. ടേപ്പർ ആംഗിളിന്റെ പകുതിയിലാണ് നമ്മൾ ഈ പറയുന്ന കോമ്പൗണ്ട് ഡ്രസ്സിനെ നമ്മൾ സിവൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് പോവാം. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് കോമ്പൗണ്ട് ഡ്രസ് ടു ബി സിവൽഡ് വൈൽ ടേണിംഗ് എ ടേപ്പർ ഓഫ് ബിഗ് ഡയമീറ്റർ 60 mm ആൻഡ് സ്മാൾ ഡയമീറ്റർ 20 mm ഫോർ എ ലെങ്ത് ഓഫ് 20 mm. അതായത് നമ്മളൊരു കോമ്പൗണ്ട് ഡ്രസ്സിനെ സിവൽ ചെയ്യേണ്ട ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ബിഗർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി 60 mm, സ്മാളർ ഡയമീറ്റർ സ്മാൾ ഡി 20 mm, ടേപ്പർ ലെങ്ത് എൽ എന്ന് പറഞ്ഞാൽ 20 mm. അപ്പൊ നമുക്കറിയാം tan 2α ഈസ് ഈക്വൽ ടു d - t/2l ആണ്. നമുക്കറിയാം tan 2α വാല്യൂ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ഡി എത്രയാണ്? 60 - 20 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലെങ്ത്, അതായത് 2 ഇൻറ്റു 20. അപ്പൊ 60 - 20 എന്ന് പറയുമ്പോൾ 40 ഡിവൈഡഡ് ബൈ താഴെ 2 ഇൻറ്റു 20 40. അപ്പൊ നമുക്ക് 2α ഈക്വൽ ടു 1 എന്ന് വരും. അപ്പൊ അതിനകത്ത് അതായത് tan 2α ഈക്വൽ ടു 1 എന്ന് വരും. അതിന് 2α എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് 1. 2α ഈക്വൽ ടു tan ഇൻവേഴ്സ് 1 ആണെങ്കിൽ നമുക്ക് എത്രയാണ്? 45 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, tan ഇൻവേഴ്സ് 1. അപ്പോൾ ടാൻ്റെ ഏത് വാല്യൂ ആണ് 1 എന്ന് പറയുന്നത് നോക്കുക. അത് 2α ഈക്വലന്റ് ആണ്. അതെന്ന് പറയുന്നത് 45 ഡിഗ്രി. അപ്പോൾ 45 ഡിഗ്രി, അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.